എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കും. ഒരു വലിയൊരു ദുരന്തമാകുന്നതിൻ്റെ മുമ്പ് ശരിയാക്കിയാലാണ് ആർക്കായാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. മുല്ലപ്പെരിയാർ പൊളിവില്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ജനങ്ങളെ വെറുതെ പാനിക്കാക്കുകയാണ്. പൊതുവേ എന്തെങ്കിലും സംഭവം നെഗറ്റിവിറ്റി നടന്നാൽ മാത്രമേ ആൾക്കാർ അത് കാര്യമായിട്ട് എടുക്കുകയുള്ളൂ. ഹലോ, വെൽക്കം ടു FN മീഡിയ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു മഴയും ഉരുൾപൊട്ടലുമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനി നമ്മെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത്. മുല്ലപ്പെരിയാർ പണിത എഞ്ചിനീയർ പോലും 50 വർഷമാണ് അതിൻ്റെ കാലാവധി പറഞ്ഞിട്ടുള്ളത്. 50 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 120 വർഷത്തിന് മുകളിലായിരിക്കുന്നു. ഒരു പക്ഷേ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ 50 ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവന് നമ്മൾ വില നൽകേണ്ടി വരും. കൂടാതെ 5 ജില്ലകൾ നമുക്ക് നഷ്ടമായേക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ രണ്ടായി വിഭജിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും എന്നുള്ളതാണ്. സോ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ എന്നുള്ളത്. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഇവിടെയുള്ള ജനങ്ങളോട് തന്നെ സംസാരിക്കാം. നമ്മുടെ മുല്ലപ്പെരിയാർ ബ്രേക്കായി കഴിഞ്ഞാൽ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നൊരു ജില്ലയായിരിക്കും നമ്മുടെ എറണാകുളം എന്നുള്ളത്. അപ്പോൾ ഒരു എറണാകുളത്ത് താമസിക്കുന്ന ഒരു ആൾ എന്നുള്ള നിലക്ക് എങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നു? എന്തായാലും തീർച്ചയായിട്ടും വളരെയധികം ആശങ്കയുണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സമയം പോലും കിട്ടില്ല എന്നുള്ളത്. കാരണം 2018 2019 വെള്ളപ്പൊക്കം വന്നപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇടുക്കി ഡാമിൻ്റെ കുറച്ച് ഭാഗം തുറന്നപ്പോൾ തന്നെ കേരളം മൊത്തം പ്രളയമായി. അപ്പോൾ ആ നിലയ്ക്ക് മുല്ലപ്പെരിയാർ എന്തെങ്കിലും ബ്രേക്കായി കഴിഞ്ഞ് അത് ഇടുക്കി ഡാം ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ആ വെള്ളം മുഴുവൻ വന്നു കഴിഞ്ഞാലത്തെ സ്ഥിതി നമുക്ക് അത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടില്ല. പ്രത്യേകിച്ച് എറണാകുളം ജില്ല, അതോടൊപ്പം കോട്ടയം ജില്ല, അങ്ങനെ പല പല ജില്ലകളെയും ബാധിക്കും. അപ്പോൾ ജനങ്ങളുടെ ആശങ്ക മാറ്റാനെങ്കിലും ഒരു പുതിയ ഡാം നിലവിലുള്ള കരാറ് നിലനിർത്തിക്കൊണ്ട് തന്നെ തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ടായാൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം മനുഷ്യന് ജീവനാണ് ഏറ്റവും വലുത്, വെള്ളവും മറ്റോ കാശുമല്ല. അതിൻ്റെ പേരിൽ അത് സർക്കാരുകൾ ഉണർന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ള രീതിക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഇതെന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും? എന്തായാലും തമിഴ്നാട് സർക്കാരായിട്ട് ഇപ്പോൾ നമുക്കൊരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്കവിടെ ഡാം പണിയാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കാലത്ത് വെച്ച ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് വീണ്ടും ഒരു എഗ്രിമെൻ്റ് വെച്ച് നമ്മുടെ സർക്കാരുകൾ നമ്മൾ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഡാം ഇങ്ങനെ ഈ കണ്ടീഷനിൽ നിലനിൽക്കുന്നത്. പക്ഷെ എന്തായാലും ഒരു പുതിയ എഗ്രിമെൻറ്റ് വയ്ക്കാനായിട്ട് തമിഴ്നാട് സർക്കാരായിട്ട് ക്രിയാത്മകമായി ചർച്ച ചെയ്ത് നമ്മുടെ ആശങ്ക മാറ്റാൻ ഒരു പുതിയ ഡാം ഉണ്ടായേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ ചർച്ച നമ്മളൊക്കെ ചെയ്യണമെന്നല്ലാതെ മുകളിൽ തലത്തിലൊന്നും ഒരു ചർച്ച ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലേ? അല്ലേ, ശരിക്കും നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. പൊട്ടി എത്ര സമയത്തിനുള്ളിൽ വെള്ളം വരും, എത്ര ജില്ലകൾ പോകും, ഇതൊക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുന്ന പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. ചില ആളുകൾ പറയുന്നു ഒരിക്കലും പൊട്ടില്ല എന്ന് പറയുന്നു, കാരണം ബ്രിട്ടീഷുകാർ പണിതാണ്. ഇതൊന്നുമല്ല. ഇപ്പം നമ്മൾ ഒരിക്കലും മലയിടിയുമെന്ന് നമ്മൾ വിചാരിച്ചോ? എറണാകുളത്തൊരു മലയുണ്ട്, ഇനി ഒരു ചാലുവയിൽ അത് സംഭവിക്കും നമ്മൾ വിചാരിച്ചില്ലല്ലോ. അത്രയും ദൂരം ഉണ്ടായിരുന്നു വയനാട്. അപ്പോൾ പേട്ടൻ പറഞ്ഞു വരുന്നത് മേൽത്തലത്തിലുള്ള ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, അവരൊന്നും ഇതിനു വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണോ? അല്ല, എന്ന് തന്നെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം എനിക്ക് തോന്നില്ല നമ്മൾ ഭയാനകമായിട്ട് ജീവിക്കുന്നു. പൊട്ടാതിരിക്കുകയല്ല, സാധാരണ ജനങ്ങളുടെ ഭീതി മാറ്റുക എന്നുള്ളത് ഏതൊരു ഭരണകർത്താക്കളുടെ അത്യാവശ്യമാണല്ലേ. അതിന് സംസ്ഥാന തലങ്ങളിലോ കേന്ദ്ര തലങ്ങളിലോ ഒക്കെ സമ്മർദ്ദം ചെലുത്താൻ പ്രാപ്തിയുള്ള ആളുകളുമായിട്ട് അതിൻ്റെ നിയമവശവും നമുക്കറിയാൻ പാടില്ല. എങ്കിൽ കൂടി സാധാരണ ജനങ്ങളുടെ ഭയം ദുരാകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ കടമയാണ്. പൊട്ടൂലേ എന്നുള്ളതല്ല, ഭയമുണ്ട് ജനങ്ങൾക്ക്. 2018 തന്നെ അറിയാലോ. അപ്പോൾ പിന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചില ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും, ഈ മുല്ലപ്പെരിയാർ അഥവാ ബ്രേക്ക് ആയിട്ട് തന്നെ കഴിഞ്ഞാൽ ഫുൾ അതിനെ ഇടുക്കി ഡാം പിടിച്ചു നിർത്തും എന്നുള്ളത്. അപ്പം അതിനോടൊക്കെ എങ്ങനെ? ഒന്നും സാങ്കേതികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. ചില ആളുകൾ പറയുന്നു വന്ന വഴി തന്നെ പൊട്ടിത്തെറിച്ച് പോകും, ഇവിടെ ആലുവയിൽ എത്തുമ്പോഴത്തേക്ക് 8 മണിക്കൂറാവും, അപ്പോഴത്തേക്കും നമുക്ക് കാസർഗോട്ടേക്ക് പോവാം. ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അതിന് ഇതൊന്നും എങ്ങനെ സംഭവിക്കുന്നൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതെങ്ങനെയാണ്? നമ്മൾ ഇതിനു മുമ്പ് അത് അനുഭവിച്ചിട്ടില്ലല്ലോ. മുല്ലപ്പെരിയാർ ഇതിനു മുമ്പ് പൊട്ടിയിട്ടില്ല. ഇടുക്കി താങ്ങുമെന്നോ താങ്ങാൻ പറ്റില്ലെന്നോ പല ആളുകളും പല റൂമറും പറയുന്നു എന്നല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ നമുക്ക് ഏകദേശം അറിയാവുന്നത് പൊട്ടാതിരിക്കട്ടെ. അങ്ങനെ വീണാൽ സംഭവം എനിക്ക് തോന്നുന്നു നമ്മളെങ്ങനെ ഒരു 3-4 ജില്ല
എനിക്ക് തോന്നുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, സംഭവിക്കില്ലായിരിക്കാം. ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. എപ്പോൾ പൊട്ടും എന്നങ്ങനെ അറിയാതെ നിൽക്കുകയാണ്. ഇപ്പം എന്താണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത്? എന്നാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെ പറയാനുള്ള കാരണം അത് കാലം കുറേയില്ല പറയാൻ തുടങ്ങിയിട്ട്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും സർക്കാർ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? വേറൊന്നുമല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ തമിഴ്നാട്ടുകാർ പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലൊരു ഡാം പണിതാലുണ്ടല്ലോ, ഇതൊക്കെ തിരിച്ചു കളയുന്ന രീതിയിലാണ് അന്ന് എഴുതി കൊടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുള്ളൂ, സുപ്രീം കോടതി ഇടപെട്ട് കേന്ദ്രത്തിനെ കൊണ്ടൊരു ഡാം പണിയിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമെന്നാണ് ഏട്ടൻ പറയുന്നത്. തീർച്ചയായും നമുക്ക് ഈ ദുരന്തത്തിൽ നിന്ന് ഒഴിവാകാൻ ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഒരു ബസ് കയറി കിടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു വിള്ളൽ. അതോടെ ഒരു കമ്മീഷൻ അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ടൊന്നും പിന്നെ പുറത്തോട്ടൊന്നുമില്ല, അതവിടെ വെച്ച് തന്നെ മൂടിപ്പോയി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നത് ഈ മേലധികാരികൾ ചെയ്യുന്നതാണെന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ട്? മേലധികാരികൾ മാത്രമല്ല, രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ ഇടതും വലതും എല്ലാവരും അക്കാര്യത്തിൽ തുല്യരാ, ആരും മോശക്കാരൊന്നുമില്ല. നമ്മുടെ വയനാട് ഇഷ്യൂ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും അധികം ചർച്ചയാവുന്നത്. എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ ഏട്ടന് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? കാരണം എവിടെയായാലും ദുരന്തങ്ങൾ വന്നാൽ മാത്രമേ അത് ഇഷ്യൂ ആവുള്ളൂ. എന്നാൽ മീഡിയക്കാർ എപ്പോഴും അതിനു മുമ്പ് ചിലപ്പോൾ ചില മീഡിയക്കാർ ബിഫോർ ഹാൻഡ് തന്നെ എന്തെങ്കിലും ഹെസാർഡ് ഉണ്ടെങ്കിൽ പറയണ ചില മീഡിയക്കാരുണ്ട്. ചില മോസ്റ്റ്ലി മീഡിയയുടെ അഗേൻസ്റ്റ് പറഞ്ഞതല്ല, പൊതുവേ എന്തെങ്കിലും ഒരു സംഭവം നെഗറ്റിവിറ്റി നടന്നാൽ മാത്രമേ ആൾക്കാർ അത് കാര്യമായിട്ട് എടുക്കുകയുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു മാസ് അവയർനെസ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ദുരന്തത്തെ തടയാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാവും എന്നാണ് ഏട്ടൻ വിശ്വസിക്കുന്നത്? നമ്മുടെ കമ്പീറ്റൻ്റ് അതോറിറ്റി മുൻകൂർ കണ്ട് കാര്യങ്ങൾ അതിൻ്റെ പ്രിക്കോഷൻ എടുക്കാം. മുനിസിപ്പാലിറ്റി പിന്നെ നമ്മളുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ് അതിൻ്റെ നിലപാടും എടുക്കേണ്ടത്. നമുക്ക് പിന്നെ ആസ് എ സിറ്റിസൺ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ നമുക്ക് റൈറ്റ്സ് ഉള്ളൂ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അതോറിറ്റീസ്. അപ്പോൾ ഈ ഒരു വിഷയം നല്ല ചർച്ചാ വിഷയമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് അപ്പോൾ ഇതിലൊരു അഭിപ്രായം പറയാനുള്ളത്? തീരുമാനിക്കണ്ടേ, സാധാരണക്കാർക്ക് എന്ത് പറയാനാ? പെരിയാറിൻ്റെ സുരക്ഷ ഒരുക്കണം, പുതിയ ഡാം നിർമ്മിച്ച് ജനങ്ങളെ സംരക്ഷിക്കണം. ഓക്കെ, വീട് എവിടെയായിരുന്നു? ഓക്കെ, ഒരു എറണാകുളം രീതിയിൽ എന്താ പറയാനുള്ളത്? കാരണം മുല്ലപ്പെരിയാർ നമുക്ക് ബ്രേക്കായി കഴിഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ജില്ലയായിരിക്കും എറണാകുളം. ആരും രക്ഷിക്കേണ്ടി വരില്ല, എല്ലാവരും മരണപ്പെട്ടു പോകും. അത് സംഭവിക്കാൻ പോകണം. അപ്പോൾ അതിന് മുൻകരുതൽ നല്ല പുതിയ ഡാം നിർമ്മിക്കുക, അത് പരിഹാരമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ മേലധികാരികളൊന്നും ചെയ്യുന്നില്ല എന്നാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ തർക്ക വിഷയങ്ങളാണല്ലോ, അതൊക്കെ പരിഹരിച്ച് കോടതിയും ഗവൺമെൻറ്റൊക്കെ ഒരുമിച്ച് നിന്ന് പരിഹരിക്കണം. ജനങ്ങളുടെ സുരക്ഷയാണ് അടിസ്ഥാനം. ഈ ഒരു വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും, അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഈ നമ്മുടെ ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് എല്ലാ ചർച്ചകളും വരുന്നത്. ദുരന്തം ഈ ഒരു വാർത്ത അവസാനിക്കുന്നതോടുകൂടി ഈ ദുരന്തത്തിൻ്റെയും എല്ലാ ചർച്ചകളും അവസാനിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ ഒരു മുല്ലപ്പെരിയാറിൻ്റെ വിഷയം കൂടി എല്ലാ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് കണക്കിലെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ വയനാട് ദുരന്തം പോലെ ആയിരിക്കില്ല, ഒരുപാട് വ്യാപ്തി അതിനുണ്ടാവും. 3-4 ജില്ലകളടക്കം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഇതാവില്ലെങ്കിലും, പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് അതിഭീകരമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ വയനാട് അതിന് മുമ്പ് എന്തൊരു മുൻകരുതൽ എടുക്കാനായിട്ട് പറ്റും? നമുക്ക് എന്താണ് ആ ഒരു ദുരന്തം തടയാനായിട്ട് ചെയ്യാനായിട്ട് പറ്റുക? അതിന് പകരം വേറൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള ഏക ഒരു പരിഹാരം. അത് ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. എനിക്ക് വേറെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അതിതീവ്രമായിരിക്കും മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ. അത് ഇപ്പോൾ എന്താ പറയുക, അത് ഇനിയിപ്പോൾ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി ചർച്ചകൾ നടത്താൻ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ആശങ്കയിലാണ്. അപ്പോൾ എന്താണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്?
മുല്ലപ്പെരിയാർ തീർച്ചയായും ഒരു ആശങ്കമായ ഒരു കേസാണത്. കാരണം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 ജില്ലയായിട്ടില്ല എന്ന് പറയുന്നത് സംഭവം ശരിയാണ്. അപ്പോൾ എത്ര 150 വർഷമായിട്ടായില്ല ഇപ്പോൾ ഇത് മുല്ലപ്പെരിയാർ അല്ലേ? ആകെ 50 വർഷമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞത് ഇപ്പോൾ 150 വർഷമായി. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു ദുരന്തം തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ദുരന്തം തടയാനായിട്ട് ഈ പറഞ്ഞ മാക്സിമം നമുക്ക് ഇത് പുറം ലോകത്തേക്ക് എത്തിക്കണം. എന്നിട്ട് നമുക്ക് പരിപാടി എത്രയും പെട്ടെന്ന് പൊളിച്ചിട്ട് അടുത്തത് പണിയണം. അപ്പോൾ ഈ ഒരു വിഷയം നമുക്കിപ്പോൾ ആരും അങ്ങനെ ചർച്ച ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കും? ഇതൊരു ദുരന്തം വരുമ്പോൾ മാത്രമാണല്ലോ ഈ ഒരു വിഷയം എല്ലാവരും കണക്കിലെടുക്കുന്നത്. വയനാട് ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേസ് മുല്ലപ്പെരിയാറാണ്. അതെ, അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് കേസ്. തീരുമാനമായിരിക്കും. മുല്ലപ്പെരിയാർ പൊളിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആണോ? എന്തുകൊണ്ടാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഡാമിന് ചിലവാക്കുന്ന അത്രയും പണം തമിഴ്നാട് അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ അതിനെ ഇടുക്കി ഡാം ഉൾക്കൊള്ളുമെന്നാണോ പറയുന്നത്? ഇല്ല, അത് കൊള്ളൂല. പക്ഷെ തകരില്ലല്ലോ. എങ്ങനെയായിരുന്നു? തകരില്ലല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചു? മുല്ലപ്പെരിയാർ തകരില്ല. കാരണം ഇതൊക്കെ ഈ ഒരു വർഷകാലം വരുമ്പോഴത്തേക്കും കുറേ ഗോസിപ്പുകളും പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 3D മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വളവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അപകട സാധ്യതയാണെന്ന് എല്ലാന്നാണ് വെറുതെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ജനങ്ങളെ വെറുതെ പാനിക്കാക്കുകയാണ്. എന്താണ് റെസ്പോണ്ട് ചെയ്യാനുള്ളത്? ഇപ്പോൾ അപകട സാധ്യത ഏറ്റവും കൂടി വന്നൊരു സിറ്റുവേഷൻ ആണല്ലോ. മുല്ലപ്പെരിയാറെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ അങ്ങനെ കാര്യമായിട്ട് വേണ്ട. ഞാനിവിടെ ഉണ്ടായില്ലായിരുന്നു. ഇപ്പോൾ ഇല്ല, എന്നാലും ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ. ആ വയനാട് ദുരന്തം വന്നത് അത് സർക്കാരിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അത് സുരക്ഷ ഏർപ്പെടുത്തണമായിരുന്നു. അപ്പോൾ അന്ന് അത് പൊട്ടിയപ്പോൾ അത്രയും വലിയൊരു ദുരന്തം നമുക്ക് കാണേണ്ടി വന്നു. അപ്പോൾ അതിനേക്കാളും ഒരു വളരെ ഡബിൾ ആയിരിക്കത്തില്ലേ ഈ ഒരു മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂ? മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് മാറമ്പള്ളിയിലാണ്. ഞാൻ പെരിയാറിൻ്റെ അടുത്ത് താമസിക്കുന്നത്. അവിടെ നിന്ന് 150 അടി പൊക്കത്തിൽ വെള്ളം വരുമെന്നാണ് പ്രവചനം വന്നേണത്. അപ്പോൾ ഈ ഒരു ദുരന്തം തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും നമ്മുടെ സർക്കാരിനെ കുറിച്ചിട്ട്? എന്താണ് ഏറ്റവും ഒരു അഭിപ്രായം അതിൽ? അത് മറ്റേ തമിഴ്നാടായിട്ട് ലിങ്ക് വേണമല്ലോ, അല്ലാണ്ട് കാര്യം നടക്കില്ലല്ലോ. കാരണം അവർക്കൊരു വ്യവസ്ഥ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് നമ്മുടെ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റും പിന്നെ അതുകൂടാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്ത് അവിടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്നുണ്ട് അതിനെ പറ്റിയുള്ള. അപ്പം അത് കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ശരിയാവുള്ളത്. അപ്പോൾ ഇത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ ആ ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ ഇതിലും വലുതായിട്ട് വരുന്നത്. കാരണം വയനാട് ഉണ്ടായതിനേക്കാളും വലുതായിട്ട് വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ 3 ജില്ലകളും 3 ജില്ലയിലെ അതായത് കോട്ടയത്തിൻ്റെ പകുതി പോവും, പിന്നെ ആലപ്പുഴ പോവും, പിന്നെ എറണാകുളം ജില്ല മൊത്തം പോവും. ഏറ്റവും കൂടുതൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു മുല്ലപ്പെരിയാർ എന്നുള്ളത്. എന്താണ് അതിൽ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കും. ഒരു വലിയൊരു ദുരന്തം ആകുന്നതിൻ്റെ മുമ്പ് ശരിയാക്കിയാലാണ് ആർക്കായാലും ഒരു സമാധാനം ഉണ്ട്. പൊളിറ്റിക്സിലുള്ള ഗവൺമെൻറ്റിൻ്റെ അടുത്തായാലും എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള വഴികളും നോക്കുക. ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും ആശങ്കയിലാണ് എന്നുള്ളതാണ്. കൂടാതെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരേണ്ടതുണ്ട്. ഉടനെ തന്നെ സർക്കാർ ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുന്നു തന്നെ നമുക്ക് കരുതാം. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.